ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 ജൂൺ മാസം 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം. കൊല്ലവർഷം 1201 ആണ്ട് ഇടവമാസം 31-ാം തീയതി മുതൽ മിഥുനമാസം 6-ാം തീയതി വരെയാണ് ഈ ആഴ്ച. ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാന വിശേഷ ദിവസങ്ങൾ, അതായത് ജൂൺ മാസം 14-ാം തീയതി അമാവാസി ആണ്. അതുപോലെ തന്നെ ജൂൺ മാസം 20-ാം തീയതി ഷഷ്ടിവ്രതം, വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുന്നതും, അതുപോലെ തന്നെ അമാവാസിയാണെങ്കിൽ ബലിതർപ്പണാദികളൊക്കെ ചെയ്യുകയോ പിതൃക്കളെ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഷഷ്ടിക്ക് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുകയും മുരുകൻ കോവിലുകളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ്. ദോഷങ്ങളൊക്കെ മാറി ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റങ്ങളും ശമ്പള വർധനവും ഒക്കെ ലഭിക്കുവാനും സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരുവാനും ഒക്കെ ഉത്തമമാണ്. ഈ ആഴ്ചത്തെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ചൊവ്വായും മിഥുനത്തിൽ ആദിത്യനും ബുധനും നിൽക്കുമ്പോൾ കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനുമാണ് സ്ഥിതി. കേതു ചിങ്ങത്തിലും രാഹു കുംഭൻ രാശിയിലും മീനത്തിൽ ശനിയും നിൽക്കുമ്പോൾ പക്ഷബലമില്ലാതെ, അമാവാസിയോടടുത്ത ദിവസങ്ങളാണല്ലോ ഈ ആഴ്ച, അപ്പോൾ പക്ഷബലമില്ലാതെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്തത്. എല്ലാ നക്ഷത്രക്കാർക്കും ഒരു മനോബലം കുറയുന്നു. മനസ്സിൻ്റെ കാരകനായിരിക്കുന്ന ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞ് അമാവാസിയോട് അടുക്കുമ്പോൾ ചില രോഗാവസ്ഥകൾ ഏതൊരു നക്ഷത്രക്കാർക്കായാലും ആരോഗ്യം കുറവുള്ളവർക്ക് മൂർച്ഛിക്കുക ഒക്കെ സ്വാഭാവികമാണ്. പ്രധാനമായിട്ട് ഓരോ രാശി തിരിച്ച് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന മേടം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ഒരു ആഴ്ചയാണ്. അതായത് രാശിയാധിപൻ രാശിയിൽ തന്നെ നിൽക്കുമ്പോൾ 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് അവിടെ വ്യാഴവും ശുക്രനും നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ യോഗമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. വാഹനം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വാങ്ങുന്നതിനോ ഒക്കെ യോഗമുണ്ട്. അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക്. അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി, അത് ഏത് തൊഴിലുമാകട്ടെ, തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു തൊഴിൽ പുരോഗതി വന്നു ചേരുവാൻ പൂർണ്ണമായ യോഗമുണ്ട്. പ്രത്യേകിച്ച് സേവന രംഗവുമായി ബന്ധപ്പെട്ട് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാര്യം. വിദ്യാർത്ഥികളായിരിക്കുന്നവരെ വളരെയധികം ശ്രദ്ധിക്കുക. അധിക സാഹസികതയൊന്നും പാടില്ല. ഏതെങ്കിലും തരത്തിൽ കൂട്ടുകൂടി ഒക്കെയുള്ള സാഹസികമായ കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുവാതെ വളരെ ശ്രദ്ധിക്കണം. വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഈ രാശിക്കാർക്ക് പൊതുവെ വളരെ ഐശ്വര്യ സമ്പൂർണമായ ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് അത്ര തൃപ്തികരമാണ്. തൊഴിൽ കാര്യത്തിൽ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാൻ ഭാഗ്യമുണ്ട്. ചില ആഗ്രഹങ്ങളൊക്കെ ദീർഘകാലമായിട്ട് നടക്കാതിരിക്കുന്ന ചില കാര്യങ്ങൾ നടക്കുന്നതിനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും സഹോദര സ്ഥാനിയിൽ നിന്നും സഹായങ്ങളൊക്കെ കിട്ടും. സാമ്പത്തികമായിട്ട് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരും. എന്നിരുന്നാലും അധിക ചെലവുകൾ സൂചകമാണ്. ഏതെങ്കിലും തരത്തിൽ ചിലവുകൾ അധികം വന്നു ചേരുവാനൊക്കെ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ കാലം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ അനുഗ്രഹപ്രദമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുവാൻ ഉത്തമമായ ഒരു ആഴ്ചയാണ്. വിജയങ്ങൾ വന്നു ചേരും. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപൂർണമാണ്. രാശിയിൽ രാശിയാധിപൻ അവിടെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ധനസ്ഥാനമായ 2-ാം ഭാവം, അവിടെ വ്യാഴവും ശുക്രനും കൂടി സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ അവിടെ ഭാഗ്യാധിപനാണ്, തൊഴിൽ സ്ഥാനാധിപനാണ്. ആ
വ്യാഴം അത് ഉച്ചരാശിയിലാണല്ലോ ധനസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ തൊഴിൽ ചെയ്ത് ധനം നേടുമെന്നുണ്ട്. പല തരത്തിലുള്ള ഒന്നിലധികം വരുമാനങ്ങളൊക്കെ വന്നു ചേരുവാൻ ഈ ആഴ്ച യോഗമുണ്ട്. വിദേശ ധനം കൈകാര്യം ചെയ്യുന്നതിനോ, സ്വന്തം നാട് വിട്ടൊക്കെ പോയിരിക്കുന്ന മക്കള് ധനം അയച്ചു തരുന്നതിനോ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹായിക്കുക, ഏതെങ്കിലും തരത്തിൽ ഒന്നിലധികം വരുമാനങ്ങൾ വന്നു ചേരുക അപ്രതീക്ഷിതമായിട്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെയൊക്കെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. കലാകാരന്മാരായിരിക്കുന്നവർക്കും പൊതുവെ നല്ലതാണ്. കുടുംബത്ത് സമാധാനവും സന്തോഷവും ഒക്കെയുള്ള ഒരു ആഴ്ചയാണ്. കണ്ടകശിനിയൊക്കെ ഉണ്ട് എങ്കിലും അലസതയൊക്കെ വെടിഞ്ഞ് നല്ല രീതിയിലൊക്കെ എല്ലാ കാര്യത്തിലും ശ്രദ്ധയും ഒക്കെ ഉണ്ടെങ്കിൽ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്കും ഉപരി പഠിക്കുന്നവർക്കും മറ്റ് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും അനുകൂലമാണ്. ആ ഉപജയസ്ഥാനാധിപനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം വിദ്യാഭാവത്തിലേക്ക് പൂർണ്ണദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് വിദ്യാപരമായിട്ടൊക്കെ ടെസ്റ്റുകളൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയപ്രദമാണ്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. പൊതുവെ അവിടെ ശുക്രനും സ്ഥിതി ചെയ്യുന്നു. സുഖസ്ഥാനാധിപനും ഉപജയസ്ഥാനാധിപനുമായിരിക്കുന്ന ശുക്രൻ സ്ഥിതി ചെയ്യുമ്പോൾ തൊഴിൽ സ്ഥാനാധിപൻ രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനാണ്. അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വരും. ഭൂമി വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ച് ദീർഘനാളുകളായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റങ്ങൾ വന്നു ചേരുക, ശമ്പള വർധനവ് വന്നു ചേരുക, പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ഒരു ചിന്ത ഉണ്ടാകുകയും അതിനൊരു തീരുമാനത്തിൽ എത്തിച്ചേരുകയും ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക ആരംഭ പ്രവർത്തനങ്ങൾ നടത്തുവാനൊക്കെ നല്ലതാണ് സ്വയം സംരംഭകർക്കൊക്കെ. അതുപോലെ മറ്റുള്ളവരുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കായാലും ഗവൺമെൻറ് ജോലിക്കാർക്കായാലും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സമയം. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും ഉത്തമമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നിച്ചു. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷത്രപരവാനായിട്ട് ഭാഗ്യവാൻ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകളൊക്കെ വന്നു ചേരും. വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വളരെ ഭാഗ്യാവസ്ഥകൾ ഉള്ള ഒരു സമയം. സാമ്പത്തിക അഭിവൃദ്ധികളും നേട്ടങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനീയരിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിക്കും. അവർക്ക് ഉയർച്ച ഉണ്ടാകും. കുടുംബപരമായിട്ടും പൊതുവെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കുക. ആരോഗ്യകാര്യങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഈ കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. കഫസംബന്ധമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ദൈവാധീനം നല്ലതുപോലെ വർദ്ധിച്ചിരിക്കുന്ന ഈ ആഴ്ച അതൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നതിനൊക്കെയുള്ള യോഗവുമുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാണ്. മനസ്സിൽ ദീർഘനാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെങ്കിലും ഈ ആഴ്ച സാധിക്കുന്നതിനുള്ള യോഗമുണ്ട്. അതുപോലെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അത് ബാധകമാണ്. ഷെയർ മാർക്കറ്റിംഗ് ആയാലും ഗവൺമെൻറ് ജോലി ആയാലും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ജോലികൾ ചെയ്യുന്നവരും സ്വന്തമായ സംരംഭങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ വളരെ അനുകൂലമാണ്. അധികാരത്തിൻ്റെ ഗ്രഹം പവർഫുള്ളായിട്ട് ആ മിഥുനം രാശിയിൽ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊഴിൽ സ്ഥാനാധിപനും അവിടെയുണ്ട്. അപ്പോൾ അത് 12-ാം ഭാവാധിപൻ കൂടി ആയതിനാൽ സ്വന്തം നാട് വിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും പഠിക്കാൻ പോകുന്നവർക്കും അനുകൂലമാണ് ഈ ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ആഴ്ച. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രത വേണ്ട ഒരു ആഴ്ചയാണ്. എങ്കിലും പൊതുവെ
സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. കുടുംബത്ത് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. മാനാപമാനങ്ങളോ അവിഖ്യാതികളിലോ മനസ്സറിയാത്ത കാര്യത്തിൽ പോലും വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ഈ തുലാം രാശിക്കാർക്ക്. പൊതുവെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നിച്ചേരും. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നതിനും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുന്നതിനുമൊക്കെ യോഗമുണ്ട്. ധനസ്ഥാനാധിപൻ ധനസ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു. അത് നിവൃത്തി സ്ഥാനത്ത് നിന്നാകയാൽ ധനം വന്നു ചേരുന്നതിനും ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതിനും അഭിവൃദ്ധികരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനും നല്ല ആഴ്ചയാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഉത്തമമായ സമയമാണ് ഈ ആഴ്ച. ഏതൊരു കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നുചേരും. അധിക സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാൻ പാടില്ല. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവര്, സൈനിക അർദ്ധസൈനിക വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരെ ഒക്കെ വളരെ ശ്രദ്ധിക്കുക. സെക്യൂരിറ്റി വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവരും വളരെ ജാഗ്രത വേണം. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. കുടുംബത്ത് സന്തോഷകരവും ഐശ്വര്യപൂർണവുമായ കുടുംബജീവിതം നയിക്കുവാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ അനിവാര്യമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ അലസത വന്നുപെടുന്നതിന് സൂചനയുള്ളതിനാൽ അധിക സമയം പഠനത്തിനായിട്ടൊക്കെ മാറ്റിവെക്കുകയും ഒക്കെ വേണം. ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യസമ്പൂർണമായ കാലം. സ്വന്തം നാട് വിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കും നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഒരു അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ ഉള്ള സൂചനയുള്ള ആഴ്ചയാണ്. സഹപ്രവർത്തകരും ഒക്കെ ആയിട്ട് തൊഴിലിടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെ നോക്കണം. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത്ര പിടിയുന്ന കിട്ടുന്ന ഒരു ഭാഗ്യാവസ്ഥകൾ തൊഴിൽ ഭാവത്തിൽ ബലം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയായതിനാൽ ഉള്ളത് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. മേലധികാരികളുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെയും ഒക്കെ നിർദ്ദേശം ഒരു പരിധി വരെയൊക്കെ ക്ഷമയോടെ കേൾക്കുകയും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ശ്രദ്ധ അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. കണ്ടകശനിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അവസ്ഥയും തൃപ്തികരമല്ല. വ്യാഴവും അതുപോലെ തന്നെ ശുക്രനും അഷ്ടമഭാവത്തിൽ നിൽക്കുന്നു. എന്നിരുന്നാലും നിവൃത്തി സ്ഥാനത്ത് ബുധനും അതുപോലെ തന്നെ ആദിത്യനുമൊക്കെ ഉണ്ട്. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഉഷ്ണ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടുമൊക്കെ ധാരാളം വെള്ളം കുടിക്കുകയും ഭക്ഷണകാര്യത്തിൽ പഴവർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരും. അലസത മാറ്റിവെച്ച് പ്രവർത്തിച്ചാൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിത ധനാഗമന യോഗം സൂചനയുള്ള ഒരു ആഴ്ചയും കൂടിയാണ്. കടങ്ങളൊക്കെ വീടുക, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോവുക, പലതരത്തിലുള്ള അഭിവൃദ്ധികൾ വന്നു ചേരും. പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് ഒക്കെ ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയം. പരീക്ഷകൾ പാസ്സാകുവാനും ഒക്കെ വിസയൊക്കെ കാത്തിരിക്കുന്നവർക്ക് വിസ കിട്ടുവാനൊക്കെ ഈ ആഴ്ച വളരെ അനുകൂലമാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് മകരം രാശി. മകരം രാശിക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളുമുള്ള ഒരു ആഴ്ചയാണ്. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട്. ചിലവൊക്കെ വളരെ ശ്രദ്ധിക്കണം. അധിക ചിലവുകളും സൂചകമാണ്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിനും ഒക്കെ വളരെ ജാഗ്രതയും വേണം. കുടുംബത്ത് വളരെ ഐശ്വര്യമുള്ള ആഴ്ച. സ്വന്തമായിട്ട് ഒരു ഭൂമി ഇല്ലാത്തവർക്ക്, ദീർഘനാളുകളായിട്ട് ഭൂമി വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. വളരെ നല്ല ഒരു കാര്യം. വാഹനം വന്നു ചേരുവാനും യോഗമുണ്ട്. വിവാഹം നടക്കാതെ ദീർഘനാളുകളായിട്ട് വിവാഹം ആലോചിച്ചിട്ട് നടക്കാത്ത ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും മധ്യവയസ്കർക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുള്ള സമയമാണ്. അത് വിട്ടുവീഴ്ചയിലൂടെയൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ നല്ല കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കുന്ന സമയം. തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും
ചതയവും പൂരുരുട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാര് വളരെ ജാഗ്രതയും ശ്രദ്ധയും ഓരോ കാര്യത്തിനും അനിവാര്യമായിരിക്കുന്ന സമയം. അതായത് വിക്രമസ്ഥാനത്ത് ചൊവ്വ സ്ഥിതി ചെയ്യുകയും രാഹു ജന്മത്തിൽ, അതായത് രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ ഞരമ്പ് സംബന്ധമായോ ഉദര സംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അധിക സാഹസികത പാടില്ല. ക്രയവിക്രയാദികളിലൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആയാലും അധിക സാഹസികത പാടില്ല. കരാറുടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ധനപരമായ അധിക ചെലവുകൾ സൂചകമായതിനാൽ ധനപരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവരും ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും അപ്രകാരം വളരെ പ്രശ്നങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ നിസ്സാര കാര്യത്തിനുണ്ടാകാം. ദീർഘനാളുകളായിട്ട് ഒക്കെ സന്തോഷകരമായി ജീവിക്കുന്നവർക്കായാലും ഒരു കാര്യവുമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സൂചനയുള്ളതിനാൽ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ്. പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹത്തോടുകൂടിയും ജീവിച്ചാൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ചേരും. വിദേശത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഐശ്വര്യപ്രദമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന നല്ല കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ച. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ജന്മത്തിൽ ഏഴരശനി അനുഭവിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ പല കഷ്ടതകളും ഉണ്ടാകുന്ന സമയമാണ്. അത് ധനപരമായിരിക്കാം, ആരോഗ്യപരമായിരിക്കാം, നിയമപരമായിരിക്കാം, പലതരത്തിലുള്ള ശത്രുതകൾ കൊണ്ടാകാം. എങ്കിലും ഈ ആഴ്ച വളരെ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും കലയുടെ ആവാന്തര വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുകയും പ്രസിദ്ധി വർദ്ധിക്കുകയും ധന ആഗമന യോഗവും ഉണ്ടാകും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം. ധനസ്ഥാനത്ത് ധനസ്ഥാനാധിപൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക്, ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുവാനായിട്ട് കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടും. അതുപോലെ നല്ല IT കമ്പനികളിലോ മെഡിക്കൽ രംഗത്തോ ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ കാത്തിരിക്കുന്നവർക്ക് ഇൻ്റർവ്യൂ നടക്കുന്നതിനും ആ ഇൻ്റർവ്യൂ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്ന് അപ്പോയിൻമെൻറ്റ് അധികാരത്തോടുകൂടിയ നല്ല പൊസിഷനുള്ള ജോലിയൊക്കെ കിട്ടുവാൻ പഠിച്ച വിദ്യയ്ക്കനുസരിച്ചുള്ള യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഒക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരാഴ്ചയാണിത്. തൊഴിൽ സ്ഥാനത്ത് പൂർണ്ണ ബലമുള്ള നല്ല ദൈവാധീനമുള്ള ഭാഗ്യമുള്ള ആഴ്ചയാണ്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ, ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ്. ഏതെങ്കിലും ചെറിയ ടെസ്റ്റൊക്കെ എഴുതി ഒരു പ്രൊമോഷൻ കിട്ടുക, മേലധികാരികളിൽ നിന്ന് അംഗീകാരം, ഒരു സഹായങ്ങളൊക്കെ കിട്ടുക, കീഴ് ജീവനക്കാരിൽ നിന്നൊരു സഹകരണം വന്ന് ഒരു പ്രൊമോഷൻ കിട്ടുക, ഒരു അനുകൂലമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വന്നു ചേരുക, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോവുകയും യഥാശക്തി വഴിപാടുകളൊക്കെ അവരവരാ കഴിയാവുന്ന രീതിയിൽ ചെയ്യുകയും വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കുചേരുകയും ഒക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ അകന്ന് ഐശ്വര്യപൂർണമായ സന്തോഷകരമായ അഭിവൃദ്ധികരമായ കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനൊക്കെ അവസരമുണ്ട്. വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മുഹൂർത്തം നോക്കുന്നതിനോ സന്താന കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ അറിയുന്നതിനോ മറ്റ് തൊഴിൽ കാര്യങ്ങളോ വിവാഹ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളോ ഒക്കെ നോക്കുന്നതിനും അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ പറഞ്ഞു തരുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.